എല്ലാവർക്കും നമസ്കാരം. സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ 3 വർഷം ആയതേ ഉള്ളൂ. എന്തോ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. ഭഗവാനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ കൂടുതൽ അറിയാൻ ഭഗവാൻ വഴിയൊരുക്കുന്നു. അതിനായിട്ട് ഭഗവാൻ എന്നിലേക്ക് ഭഗവാൻ എന്താണെന്നും ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ സ്തോത്രങ്ങള്, സ്തുതികളൊക്കെ എന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഭഗവാനോട് നന്ദി മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ എനിക്ക് ഈ ചാനൽ തുടങ്ങി അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതും ഭഗവാന്റെ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് തിരുപ്പുകളെ കുറിച്ചാണ്. തിരുപ്പുകൾ സ്തുതിച്ച അരുണാഗിരിനാഥ സ്വാമി എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ജനിച്ച സമയത്തുള്ള കാര്യങ്ങള്, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ സ്തുതി പാടാൻ ആലപിക്കാൻ പറ്റിയെന്നൊക്കെയുള്ളതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. തിരുപ്പുകൾ സ്തുതിച്ച അരുണാഗിരിനാഥ സ്വാമി അദ്ദേഹം സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഭജനയും ഭാഗവത പാരായണവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അമ്പലങ്ങളിലൊക്കെ ഭജന പാടുമായിരുന്നു, ഭാഗവതം വായിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്ത്രീകളിൽ ആസക്തനായിരുന്നു. അദ്ദേഹം അങ്ങനെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്. അതിൽ നിന്ന് മാറാൻ പറ്റാതെ വന്ന് അദ്ദേഹം ക്യാഷൊക്കെ ഇങ്ങനെ കളഞ്ഞ് ഓരോ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിക്കപ്പെട്ടു. കുഷ്ഠരോഗം വന്ന് അദ്ദേഹം വീട്ടിൽ തന്നെയായി. അദ്ദേഹം ആകെപ്പാടെ മാനസികമായിട്ട് തളർന്നു. കാരണം നേരത്തെ എങ്ങനെയാണ് അതൊന്നും പറ്റുന്നില്ലല്ലോ അദ്ദേഹത്തിന്. അങ്ങനെ ഇരിക്കെ അമ്മയായ സഹോദരി ഒന്ന് ചോദിക്കുന്നു, എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ സഹോദരിയായി പോയില്ലേ, അല്ലായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ നിന്റെ കൂടെ എന്ന്. അത് കേട്ടതുകൂടി പെട്ടെന്ന് മനസ്സിലൊരു വിഷമം ഉണ്ടാകുന്നു. ആരാണ് എന്നോട് ഇത് പറഞ്ഞത്? എൻ്റെ അമ്മയെ പോലെ കാണുന്ന എൻ്റെ ചേച്ചിയാണല്ലോ ഇത് പറഞ്ഞെന്നുള്ള ആ ഒരു സങ്കടം ഇങ്ങനെ ഉള്ളിൽ തട്ടുകയും പെട്ടെന്ന് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് ചിന്തിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് തിരുവണ്ണാമലയിലേക്ക് പോവുകയാണ്. തിരുവണ്ണാമലയിൽ ഒരു ഗോപുരമുള്ള ക്ഷേത്രത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവിടുന്ന് ചാടി എന്നാണ് പറയപ്പെടുന്നത്. അവിടുന്ന് ചാടുന്ന സമയത്ത് 2 കൈകളും അദ്ദേഹത്തിനെ കോരിയെടുത്തിരിക്കുന്നു. അതായത് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി വന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പം ഒരാൾ രൂപമാണ് രക്ഷിച്ചത്. എന്നെ എന്തിനാണ് രക്ഷിച്ചത്? ഞാൻ മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ മരിക്കേണ്ടവനല്ല, നീ പാടേണ്ടവനാണെന്ന് അദ്ദേഹത്തിനോട് ഭഗവാൻ പറയുന്ന ഭഗവാൻ സ്വല്ലരെ ചുമ്മാതിരിന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നീ ഒന്നും അറിയണ്ട, എല്ലാം നിന്നിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹത്തിന് ജ്ഞാനദീക്ഷ കിട്ടിയെന്നാണ്. ഭഗവാന്റെ സ്പർശത്തോടു കൂടി, ഭഗവാൻ അങ്ങനെ പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് ജ്ഞാനദീക്ഷ കിട്ടി. അദ്ദേഹം 12 വർഷം മിണ്ടാതിരിക്കാനായിട്ടുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയി എന്നാണ് പറയപ്പെടുന്നത്. തിരുവണ്ണാമലയിലും അവിടെ ഇരുന്നു അമ്പലങ്ങളിലൊക്കെ പോയി അദ്ദേഹം 12 വർഷം ആരോടും മിണ്ടാതെ മൗനമായിട്ട് അദ്ദേഹം നടന്നു. അങ്ങനെ 12 വർഷം എടുത്തു അദ്ദേഹത്തിന്റെ പാപകർമ്മങ്ങളൊക്കെ തീരാനായിട്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തിരുവണ്ണാമലയിൽ വെച്ച് തന്നെയാണെന്ന് പറയപ്പെടുന്നു. അവിടെ പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. മയിൽപ്പുറത്തേറി വേല് ധരിച്ച് ഭഗവാൻ ബാലസുബ്രഹ്മണ്യനായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കണ്ണ് തുറക്കൂന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഭഗവാൻ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു. അന്തം വിട്ട് നോക്കിയ അരുണാഗിരിനാഥ സ്വാമി എന്ത് ചെയ്യണമെന്നറിയാതെ എന്നപ്പോൾ പറഞ്ഞു, പാടാൻ പറഞ്ഞു, എന്നെക്കുറിച്ച് പാടൂ. ഭഗവാൻ പറയുകയാണ്. അപ്പം പാടാൻ പറ്റുന്നില്ല, 12 വർഷം മിണ്ടാതിരുന്നില്ലേ, അപ്പൊ നാവ് എങ്ങനെ ചലിക്കും? അങ്ങനെ ഇരിക്കെ ഭഗവാൻ എന്ത് ചെയ്തു, ആ നാവിലോട്ട് വേലുകൊണ്ട് ഓം എന്നെഴുതി. അങ്ങനെ ഓം എന്നെഴുതി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പാടാനുള്ള ഒരു ഇത് കിട്ടി, ശക്തി കിട്ടി, നാവില് ചലനം ഉണ്ടായി. അങ്ങനെ ഇരിക്കെ അത് പാടിയതാണ് പാടിയ തിരുപ്പുകളാണ് മുത്തിത്തരു പത്തിത്തിരുനകൈ എന്നും പറഞ്ഞുള്ള തിരുപ്പുകള്. അത് ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ പുസ്തകം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് കിട്ടിയതിന് ശേഷം അത് പഠിച്ചിട്ട് അത് പാടിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അത് ആണ് ആദ്യത്തെ തിരുപ്പുകൾ. അങ്ങനെ ഓരോരോ ക്ഷേത്രത്തിൽ ചെന്ന് ഓരോരോ തിരുപ്പുകൾ അദ്ദേഹം ജപിച്ചിരുന്നു. അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഇതൊന്നുമല്ല, ഒരുപാട് തിരുപ്പുകൾ എഴുതിയ കഥയും അദ്ദേഹത്തിനുണ്ടായ അനുഭവ കഥകളും ഒക്കെ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം തിരുപ്പുകൾ സ്തുതിച്ചത്. ഭഗവാന് ഇഷ്ടപ്പെട്ട ഭക്തനായ അരുണാഗിരിനാഥ സ്വാമി ജപിക്കുന്ന തിരുപ്പുകൾ നമ്മൾ പാടിക്കഴിഞ്ഞാൽ നമ്മളെ അതുപോലെ തന്നെ ഭഗവാൻ കാത്തുകൊള്ളും. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട സ്തുതിയാണ് തിരുപ്പുകൾ എന്ന് പറയുന്നത്. എല്ലാവരും അത് പഠിക്കാൻ നോക്കുക. തമിഴാണെന്നൊന്നും വിചാരിച്ച് അത് ഉപേക്ഷിക്കണ്ട, അത് പഠിച്ചെടുക്കുക. എപ്പോൾ കിട്ടുന്ന സമയത്തും നിങ്ങളത് ജപിക്കുക. ഭഗവാനുള്ള ഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസമാണ് അരുണാഗിരിനാഥ സ്വാമിയുടെ കഥ. അങ്ങനെ അദ്ദേഹം ജയിച്ച തിരുപ്പുകളെ പറ്റി അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.